കണ്ണൂരിൽ വലിയ തോതിലുള്ള വിഷയങ്ങൾ പോരൊക്കെയും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് പോകണം. മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. എം കെ രാഘവന്റെ കണ്ണൂരിലെ വീട്ടിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വീട്ടിൽ കയറി തല്ലുമെന്നും നിന്നെ ഞങ്ങൾ എടുത്തോളാമെന്നുമുള്ള ഭീഷണി മുഴക്കിയായിരുന്നു പ്രതിഷേധ പ്രകടനമുണ്ടായത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സന്തോഷ് വാർത്തയുടെ വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. കാവ്യ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനത്ത് എങ്ങും കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് യഥാർത്ഥ മുഖം ഇപ്പോൾ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇരട്ടി തലവേദനയും പ്രഹരവുമായി ഇപ്പോൾ കണ്ണൂരിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി ശരിക്കും വലിയ ഭീഷണിയായിരുന്നു മുഴക്കിക്കൊണ്ട് എം കെ രാഘവന്റെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും ഒക്കെയും ഭീഷണി മുഴക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെയും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാവ്യ, KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിലാണ് കോൺഗ്രസ് വലിയ ഗ്രൂപ്പ് യുദ്ധത്തിലൂടെ കടന്നു പോകുന്നത്. കണ്ണൂർ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് എത്തുന്നതിലേക്ക് ഇടയാക്കിയിട്ടുള്ളത്. ും മറുഭാഗത്ത് കെ സുധാകരനും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമാണ് ഈ ഒരു ഗ്രൂപ്പ് തർക്കത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോരിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ എം കെ രാഘവൻ MP ചെയർമാനായിട്ടുള്ള മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ എം കെ രാഘവനെതിരെ വലിയ പ്രതിഷേധത്തിനാണ് ഒരു വിഭാഗം നേതൃത്വം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി എം കെ രാഘവനെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റ് കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടായി. ഇന്നലെ രാത്രിയാകട്ടെ ഈ എം കെ രാഘവൻ്റെ കണ്ണൂർ കുഞ്ഞുമംഗലത്തെ വീട്ടിലേക്ക് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ച് എന്ന് പറയുന്നത് അത്യന്തം പ്രകോപനപരവും അതോടൊപ്പം തന്നെ ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ളതുമായിരുന്നു. ഈ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവിനെതിരെ MP-ക്കെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, ഭീഷണികൾ മുഴക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇന്നലെ നടന്നത്. മാത്രമല്ല വീടിന് മുന്നിൽ എം കെ രാഘവൻ്റെ കോലം കത്തിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധവും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കവും കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കെ സുധാകരൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എം കെ രാഘവൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു സവിശേഷമായ ഒരു സാഹചര്യം, കോൺഗ്രസിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ കുറേ കാലങ്ങളായി കെ സുധാകരൻ മാത്രമാണ് കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് എന്ന് പറയുന്നത്. മറ്റൊരു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവ് പോലും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെതായി ഉയർന്നു വന്നിട്ടില്ല. മുൻപ് P രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ കെ സുധാകരന് ശക്തമായ ബദൽ ഉയർത്തിക്കൊണ്ട് മറുപക്ഷത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യം കണ്ണൂരിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് എം കെ രാഘവൻ MP കണ്ണൂരിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം അടുത്ത കാലത്തായി ആരംഭിച്ചത്. കാരണം എം കെ രാഘവൻ MP-യുടെ നാടെന്ന് പറയുന്നത് കണ്ണൂരിലെ കുഞ്ഞുമംഗലമാണ്, ജന്മനാട് ഇവിടെയാണ്. പിന്നീടാണ് കോഴിക്കോടേക്ക് പ്രവർത്തന മേഖല മാറ്റിയത്. അടുത്ത കാലത്തായി കണ്ണൂർ ജില്ലയിലെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും എം കെ രാഘവൻ ശ്രമിക്കുന്നുണ്ട്. ഈ ശശി തരൂരും എം കെ രാഘവനും നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് ശക്തിപ്പെടാനുള്ള സാധ്യതകൾ തേടുന്നുമുണ്ട്. അത് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഈ നേതാക്കന്മാരെത്തുമ്പോൾ വലിയ സ്വീകരണം പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പല പരിപാടികളും DCC പോലും അറിയാതെ നടക്കുന്ന ഇവർ പങ്കെടുക്കുന്ന പരിപാടികളും ഉണ്ടാകാറുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എം കെ രാഘവൻ കണ്ണൂരിൽ സ്വാധീനം ഉറപ്പിക്കുന്നത് തടയുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എം കെ രാഘവനെതിരായി തിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന രീതിയിൽ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നുമില്ല. ഏതായാലും ഈ എം കെ രാഘവനും പൊരുതാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയത് ഈ പ്രവർത്തകരെ ഇളക്കിവിടുന്നത് ആരാണെന്ന് തനിക്കറിയാം, അവരുടെ അത് ഒരു ഘട്ടമെത്തുമ്പോൾ തുറന്നു പറയും എന്നുള്ള കാര്യം സുധാകരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എം കെ രാഘവൻ തുറന്നു പറഞ്ഞിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിലും ഈ ഒരു കണ്ണൂരിലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് ശക്തിപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാവ്യ.
ശരി സന്തോഷ്, വിശദമായ വിവരങ്ങൾ സന്തോഷ് നൽകി. സന്തോഷ് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം, അതായത് കഴിഞ്ഞ ദിവസം MK രാഘവൻ പറഞ്ഞല്ലോ, ആളെ ഇളക്കി വിടുന്നത് ആരാന്നൊക്കെ എനിക്കറിയാം, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇങ്ങനെ മുഖാമുഖമുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരട്ടി തലവേദനയാവുകയാണ്. പ്രത്യേകിച്ച് കെ സുധാകരന് ഈ ഒരു ഘട്ടം എങ്ങനെ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതമായി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടതില്ല എന്ന് പലകുറി VD സതീശൻ അടക്കമുള്ള ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ എന്നത് വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നറിയാത്ത നിലയിലേക്ക് ഇപ്പോൾ VD സതീശൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് ആ വിഷയമൊന്നും ചോദിക്കേണ്ട, അതിനൊക്കെ മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്വം അത് KPCC അധ്യക്ഷനാണ് ഉള്ളത്. ഞാൻ പറയില്ല എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞത്. അതിനർത്ഥം പറയാനൊന്നുമില്ല എന്നുള്ളതല്ല, പറയുന്നില്ല എന്നത് തന്നെയാണ്.